അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കും. ഒരു സാധാരണ മരുഭൂമിയിൽ നിന്നും ലോകം വിസ്മയത്തോടെ നോക്കിക്കാണുന്ന ഒരു ആഗോള നഗരമാക്കി ദുബായിയെ മാറ്റിയെടുത്തത് അസാമാന്യമായ ഒരു ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തിയുടെ പേരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ അദ്ദേഹത്തിന് ജൂലൈ 15-ന് 77 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഭരണ നേതൃത്വത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള സാധാരണക്കാരിൽ നിന്നും അദ്ദേഹത്തിന് ആശംസകൾ അങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹമദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ധീരമായ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കിയ നേതാവ് എന്നാണ്. കടലിനെ അവസരങ്ങളുടെ കവാടമാക്കി മാറ്റിയതും അസാധ്യമായി ഒന്നുമില്ലെന്ന് വരും തലമുറകളെ പഠിപ്പിച്ചതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്. ഈ വേളയിൽ കേവലം ഒരു നഗരത്തെ മാത്രമല്ല, ഒരു ജനതയുടെ ആകെ ചിന്താഗതിയെ മാറ്റിമറിച്ച ആ മഹത്തായ ജീവിതയാത്രയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 1949 ജൂലൈ 15-ന് അൽ മക്തൂം കുടുംബത്തിൽ ജനിച്ച ഷെയ്ഖ് മുഹമ്മദിന്റെ ബാല്യം ദുബായിലെ അൽ ഷിന്തഗയിലായിരുന്നു. അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോഴാണ് പിതാവ് ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂം ദുബായിയുടെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്നത്. പിതാവിന്റെയും മുത്തച്ഛനായ ഷെയ്ഖ് സായിദിന്റെയും ഒപ്പമുള്ള നിമിഷങ്ങളാണ് അദ്ദേഹത്തിലെ ഭരണാധികാരിയെ രൂപപ്പെടുത്തിയത്. മുത്തച്ഛന്റെ മജ്ലിസിൽ, അതായത് സഭയിൽ, ഗോത്ര തലവന്മാർക്കും ജനങ്ങൾക്കുമൊപ്പം ഇരുന്ന് അദ്ദേഹം ഭരണത്തിന്റെയും നീതിയുടെയും ക്ഷമയുടെയും ആദ്യ പാഠങ്ങൾ പഠിച്ചു. ഈ ഔപചാരികമല്ലാത്ത വിദ്യാലയമാണ് അദ്ദേഹത്തിന് ജനങ്ങളുമായി എങ്ങനെ ഇടപെടണം എന്നതിന്റെ അടിസ്ഥാനം നൽകിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വം മാതാവായ ഷെയ്ഖ ലത്തീഫ ബിൻത് ഹംദാൻ ബിൻ സായിദ് അൽ നഹിയാൻ ആയിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹവും സാമീപ്യവും മാതാവായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ തന്റെ ആത്മകഥാംശമുള്ള പുസ്തകങ്ങളിൽ വൈകാരികമായി കുറിച്ചിട്ടുണ്ട്. മാതാവിന്റെ വിയോഗം തന്റെ ജീവിതത്തിൽ എത്രമാത്രം ശൂന്യതയാണ് സൃഷ്ടിച്ചതെന്ന് അദ്ദേഹം വളരെ ഹൃദയസ്പർശിയായി വരച്ചു കാട്ടിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അറബി ഭാഷയിലും ഇസ്ലാമിക പഠനത്തിലും പ്രാവീണ്യം നേടിയ അദ്ദേഹം പിന്നീട് അൽ അഹമ്മദിയ സ്കൂളിലും ദുബായ് സെക്കൻഡറി സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എന്നാൽ മകന്റെ ഉള്ളിലെ അപാരമായ നേതൃപാടവം തിരിച്ചറിഞ്ഞ പിതാവ് ഷെയ്ഖ് റാഷിദ് അദ്ദേഹത്തെ സൈനിക വിദ്യാഭ്യാസത്തിനായി ബ്രിട്ടനിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. 1966-ൽ ലണ്ടനിലെ കേംബ്രിഡ്ജിലുള്ള ബെൽ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ ചേർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് ആൻഡർഷോട്ടിലെ മോൺസ് ഓഫീസർ കേഡറ്റ് സ്കൂളിൽ ചേർന്ന് കഠിനമായ സൈനിക പരിശീലനം പൂർത്തിയാക്കി മികച്ച നേട്ടങ്ങളോടെ അദ്ദേഹം പുറത്തിറങ്ങി. 1968-ൽ വെറും 19-ാം വയസ്സിൽ ദുബായ് പോലീസിന്റെയും പബ്ലിക് സെക്യൂരിറ്റിയുടെയും തലവനായി അദ്ദേഹം നിയമിതനായി. അതിവേഗം വളരുന്ന ഒരു വാണിജ്യ നഗരത്തിന്റെ സുരക്ഷാ ചുമതല ആ ചെറുപ്രായത്തിൽ അദ്ദേഹം വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്തു. UAE എന്ന രാജ്യത്തിന്റെ പിറവിക്ക് സാക്ഷ്യം വഹിച്ച അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ്. 1968-ൽ തന്റെ പിതാവ് ഷെയ്ഖ് റാഷിദിനും അബുദാബി ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനും ഒരു ടെന്റിലിരുന്ന് നടത്തിയ ചരിത്രപരമായ കൂടിക്കാഴ്ച അദ്ദേഹം നേരിൽ കണ്ടു. പിന്നീട് 1971 ഡിസംബർ 2-ന് UAE ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടപ്പോൾ വെറും 22 വയസ്സുള്ള ഷെയ്ഖ് മുഹമ്മദ് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായി നിയമിതനായി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിരോധ മന്ത്രി എന്ന നേട്ടം അതോടെ അദ്ദേഹത്തിന് സ്വന്തമായി. പകുതി നൂറ്റാണ്ടിലധികം ഈ പദവി വഹിച്ച അദ്ദേഹം 2024-ലാണ് ആ ചുമതല തന്റെ മകൻ ഷെയ്ഖ് ഹമദാൻ ബിൻ മുഹമ്മദിന് കൈമാറിയത്. ഇതിനിടയിൽ 1977-ൽ ദുബായ് എയർപോർട്ടിന്റെ ചുമതലയും അദ്ദേഹം ഏറ്റെടുത്തു. അവിടുന്ന് അങ്ങോട്ട് ദുബായിയെ ലോകത്തിന്റെ വ്യോമയാന ഭൂപടത്തിൽ ഏറ്റവും തിളക്കമുള്ള പേരാക്കി മാറ്റിയ ഓപ്പൺ സ്കൈസ് നയം രൂപീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അറബ് ഇസ്രയേൽ സംഘർഷം, ഇറാൻ ഇറാഖ് യുദ്ധം തുടങ്ങിയ വലിയ പ്രാദേശിക പ്രതിസന്ധികൾ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്തും ദുബായിയെ ഒരു സമാധാനത്തിന്റെ തുറമുഖമാക്കി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. 1985-ൽ ജബലലി ഫ്രീ സോൺ വികസിപ്പിച്ചെടുത്തത് വിദേശ നിക്ഷേപകരെ ദുബായിലേക്ക് ആകർഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1995-ൽ ദുബായിയുടെ കിരീടാവകാശിയായി നിയമിതനായതോടെയാണ് നഗരത്തിന്റെ വികസനത്തിന് അഭൂതപൂർവമായ വേഗത കൈവന്നത്. ലോകം വിവര സാങ്കേതിക വിദ്യയിലേക്ക് തിരിയുന്ന സമയത്ത് ദുബായ് ഇന്റർനെറ്റ് സിറ്റി, ദുബായ് മീഡിയ സിറ്റി തുടങ്ങിയ ലോകോത്തര പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. പാം ഐലൻഡ് എന്ന മനുഷ്യനിർമ്മിത ദ്വീപുകൾ, ആഡംബരത്തിന്റെ പര്യായമായ ബുർജൽ അറബ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ തുടങ്ങി ദുബായിയുടെ മുഖച്ഛായ മാറ്റിയ സകല നിർമ്മിതികൾക്കും പിന്നിൽ അദ്ദേഹത്തിന്റെ വ്യക്തമായ ദർശനങ്ങളുണ്ടായിരുന്നു. 2006 ജനുവരി 4-ന് ദുബായിയുടെ ഭരണാധികാരിയായി അദ്ദേഹം ചുമതലയേറ്റു. തുടർന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായി നിയമിതനായതോടെ രാജ്യത്തിന്റെ മുഴുവൻ വികസനത്തിനും പുതിയൊരു ദിശാബോധം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെ ഡിജിറ്റലൈസ് ചെയ്തും സ്മാർട്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾ കൊണ്ടുവന്നും ലോകത്തിന് തന്നെ മികച്ചൊരു മാതൃകയായി അദ്ദേഹം UAE മാറ്റി തീർത്തു.
ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി പൗരനാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എന്ന അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളെ അന്വർത്ഥമാക്കുന്നു. മികച്ച ഒരു ഭരണാധികാരി എന്നതിലുപരി ഒരു മികച്ച കവി കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ്. ചെറുപ്പം മുതലേ കവിതയോട് താല്പര്യം കാണിച്ചിരുന്ന അദ്ദേഹം നബാത്തി കാവ്യശാഖയിൽ നിരവധി രചനകൾ നടത്തിയിട്ടുണ്ട്. ആരംഭകാലത്ത് തന്റെ രാജകീയ പശ്ചാത്തലം കവിതകളുടെ സ്വീകാര്യതയെ സ്വാധീനിക്കാതിരിക്കാൻ അദ്ദേഹം തൂലിക നാമങ്ങളിലാണ് എഴുതിയിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ കവിതകൾ പ്രശസ്തമായ പല അറബ് ഗായകരും സംഗീതം നൽകി ആലപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ അഭിനിവേശം കുതിരകളോടാണ്. അറബികളുടെ കുതിരസവാരിക്കാരൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ലോകത്തിലെ തന്നെ മികച്ച കുതിരയോട്ട മത്സരമായ ദുബായ് വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു. ഗോൾഫിൻ എന്ന ലോക പ്രശസ്ത കുതിരയോട്ട ടീമിന് രൂപം നൽകിയതും അദ്ദേഹത്തിന്റെ ഈ കായിക പ്രേമം കൊണ്ടാണ്. അസാധ്യം എന്നൊരു വാക്ക് UAEയുടെ നിഘണ്ടുവിലില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാചകം ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഇന്ന് UAEയിലെ സ്കൂളുകളും ഓഫീസുകളും അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ അക്ഷരങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭയപ്പെടുത്തി ഭരിക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റി ഭരിക്കുന്നതാണ് ഒരു യഥാർത്ഥ നേതാവിന്റെ ലക്ഷണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മാറ്റങ്ങളോട് പൊരുത്തപ്പെടുക മാത്രമല്ല, മാറ്റങ്ങൾക്ക് വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കണമെന്നും അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. തന്റെ 77ാം ജന്മദിനത്തിൽ എത്തി നിൽക്കുമ്പോഴും ദുബായിയെയും UAEയെയും ലോകത്തിന്റെ നെറുകയിൽ നിർത്താനുള്ള തന്റെ സ്വപ്നങ്ങൾക്ക് അദ്ദേഹം കൂടുതൽ നിറം പകരുകയാണ്. ഈ അക്ഷീണനായ നേതാവിന്റെ ദീർഘവീക്ഷണം ഇനിയും വരും തലമുറകൾക്ക് വലിയൊരു വഴികാട്ടിയാകുമെന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന് ആയുരാരോഗ്യവും സമാധാനവും നിറഞ്ഞ ഒരു ജന്മദിനം നമുക്ക് ആശംസിക്കാം. ലോകത്തെ അമ്പരപ്പിച്ച ഈ കുതിപ്പ് വരും വർഷങ്ങളിലും അങ്ങനെ തുടരട്ടെ. ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ സമാനതകളില്ലാത്ത കുതിപ്പ് തുടരുന്ന നഗരമാണ് ദുബായ്. ലോകത്തെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമെന്ന പദവി നിലനിർത്താനും ആവർത്തിച്ചുള്ള സന്ദർശകരെ ആകർഷിക്കാനും UAE ഭരണകൂടം നിരന്തരം വിപ്ലവാത്മകമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാറുണ്ട്. അത്തരത്തിൽ രാജ്യാന്തര തലത്തിൽ വീണ്ടും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് UAEയുടെ 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ സംവിധാനം. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ GDRFA വ്യക്തമാക്കുന്ന ഈ സംവിധാനം പ്രത്യേകിച്ച് ഇന്ത്യൻ സഞ്ചാരികൾക്ക് ദുബായിലേക്കുള്ള യാത്രകൾ കൂടുതൽ എളുപ്പവും ആനന്ദകരവുമാക്കാൻ പോകുന്നതാണ്. ഓരോ തവണ യാത്ര ചെയ്യുമ്പോഴും പുതിയ വിസയ്ക്കായി അപേക്ഷിക്കേണ്ടി വരുന്ന പരമ്പരാഗത രീതികൾക്ക് വിരാമം വിട്ടുകൊണ്ട് യാത്രകളെ കൂടുതൽ സ്വതന്ത്രമാക്കുന്ന ഒന്നായി ഇത് മാറിക്കഴിഞ്ഞു. വിദേശികൾക്ക് UAE സന്ദർശിക്കണമെങ്കിൽ തദ്ദേശീയമായ ഒരു സ്പോൺസറോ അല്ലെങ്കിൽ ഹോട്ടലുകളോ ട്രാവൽ ഏജൻസികളോ അതുമല്ലെങ്കിൽ ദുബായിൽ താമസിക്കുന്ന അടുത്ത ബന്ധുക്കളോ ഗ്യാരണ്ടർമാരായി ഉണ്ടാകേണ്ടത് നിർബന്ധമായിരുന്നു. എന്നാൽ 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയുടെ ഏറ്റവും വലിയ സവിശേഷത ഇതിൽ യാതൊരുവിധ പ്രാദേശിക സ്പോൺസറുടെയോ ആതിഥേയന്റെയോ അനുമതി ആവശ്യമില്ല എന്നതാണ്. യോഗ്യതയുള്ള ഏത് വിദേശ പൗരനും സ്വന്തം നിലയിൽ നേരിട്ട് ഈ വിസയ്ക്കായി അപേക്ഷിക്കാൻ സാധിക്കും. ഇത് ട്രാവൽ ഏജൻസികളെ അമിതമായി ആശ്രയിക്കുന്നതിൽ നിന്നും അതുവഴി ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും സഞ്ചാരികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. പെട്ടെന്നുണ്ടാകുന്ന ബിസിനസ് ആവശ്യങ്ങൾക്കോ അവധിക്കാല ആഘോഷങ്ങൾക്കോ നാട്ടിലുള്ള കുടുംബങ്ങളെ അടിയന്തരമായി സന്ദർശിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യാൻ ഈ സംവിധാനം വലിയ തോതിൽ സഹായകരമാകുന്നുണ്ട്. ഈ ദീർഘകാല വിസ കൈവശമുള്ള ഒരാൾക്ക് 5 വർഷത്തെ കാലാവധിക്കുള്ളിൽ എത്ര തവണ വേണമെങ്കിലും UAEയിൽ പ്രവേശിക്കാനും പുറത്തു പോകാനും സാധിക്കും. എന്നാൽ ഇതിന് കൃത്യമായ ചില നിയമപരമായ പരിധികളുണ്ട്. ഈ വിസ വഴി രാജ്യത്ത് പ്രവേശിക്കുന്ന ഒരാൾക്ക് ഓരോ സന്ദർശനത്തിലും പരമാവധി 90 ദിവസം വരെ തുടർച്ചയായി താമസിക്കാൻ അനുമതിയുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ യാത്ര നീട്ടാൻ ആഗ്രഹിക്കുന്ന പക്ഷം ഔദ്യോഗിക നടപടിക്രമങ്ങളിലൂടെ ഇത് വീണ്ടും 90 ദിവസത്തേക്ക് കൂടി നീട്ടിയെടുക്കാവുന്നതാണ്. അതായത് ഒരൊറ്റ സന്ദർശനത്തിൽ പരമാവധി 180 ദിവസം വരെ താമസിക്കാം. എങ്കിലും ഒരു കലണ്ടർ വർഷത്തിൽ മൊത്തത്തിലുള്ള താമസം 180 ദിവസത്തിൽ കൂടരുത് എന്ന കർശനമായ വ്യവസ്ഥ അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വിനോദസഞ്ചാരികൾക്കും പതിവ് യാത്രക്കാർക്കും തങ്ങളുടെ വിദേശ താമസം മനോഹരമായി ആസൂത്രണം ചെയ്യാം. ദുബായ് ടൂറിസത്തിന്റെ ഏറ്റവും വലിയ ചാലക ശക്തികളിലൊന്നാണ് ഇന്ത്യൻ സഞ്ചാരികൾ. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് വിനോദസഞ്ചാരം, ഷോപ്പിംഗ്, ബിസിനസ് മീറ്റിംഗുകൾ, കുടുംബ സന്ദർശനങ്ങൾ എന്നിവയ്ക്കായി ദുബായിലേക്ക് വിമാനം കയറുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ഈ വിസ സംവിധാനം മലയാളി കുടുംബങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമായിരിക്കില്ല. നാട്ടിലുള്ള മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ മക്കളെയും പേരക്കുട്ടികളെയും കാണാൻ എപ്പോൾ വേണമെങ്കിലും ദുബായിലേക്ക് വരാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. ഇടയ്ക്കിടെ UAE സന്ദർശിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭകർക്കും ഈ മൾട്ടിപ്പിൾ എൻട്രി വിസ വലിയൊരു വാണിജ്യ സാധ്യതയാണ് തുറന്നു നൽകുന്നത്. ഇന്ത്യക്ക് പുറമെ ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഈ ദീർഘകാല പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കളാണ്.
ഡിജിറ്റൽ സേവനങ്ങളുടെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ UAE-യിൽ ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും തികച്ചും ലളിതമാണ്. UAE ഫെഡറൽ അതോറിറ്റിയുടെ ഔദ്യോഗിക പോർട്ടലായ ICP വെബ്സൈറ്റ് വഴിയോ ദുബായ് സർക്കാരിന്റെ ഏകീകൃത സേവന ആപ്പായ ദുബായ് നൗ വഴിയോ സഞ്ചാരികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത ശേഷം ടൂറിസ്റ്റ് വിസ വിഭാഗം തെരഞ്ഞെടുത്ത് വ്യക്തിഗത വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. ഇതിനായി അപേക്ഷകൻ സമർപ്പിക്കേണ്ട പ്രധാന രേഖകളിൽ ആദ്യത്തേത് കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ടിന്റെ കോപ്പിയാണ്. അതോടൊപ്പം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കളർ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. സാമ്പത്തിക ഭദ്രത തെളിയിക്കുന്നതിനായി കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ഇതിനു പുറമെ UAE-യിൽ താമസിക്കുന്ന കാലയളവിൽ സാധുതയുള്ളതും അവിടുത്തെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതുമായ ഹെൽത്ത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കണം. സന്ദർശകരുടെ രാജ്യത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ബാങ്ക് ബാലൻസ് തുകയിലും ആവശ്യമായ മറ്റ് അനുബന്ധ രേഖകളിലും ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അപേക്ഷിക്കുന്നതിന് തൊട്ടുമുമ്പ് ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കേവലം ഒരു വിസ പരിഷ്കരണത്തിനപ്പുറം ആഗോളതലത്തിൽ ഏറ്റവും സുരക്ഷിതവും ആകർഷകവുമായ ബിസിനസ് ടൂറിസം ഹബ്ബായി ദുബായിയെ മാറ്റുക എന്ന UAE-യുടെ ദീർഘവീക്ഷണത്തിന്റെ പ്രതിഫലനമാണ് ഈ തീരുമാനം. നിയമങ്ങളിലും യാത്രകളിലും സുതാര്യത കൊണ്ടുവരുന്നതിലൂടെ വിദേശ നിക്ഷേപകരെയും മികച്ച സഞ്ചാരികളെയും സ്ഥിരമായി രാജ്യത്തേക്ക് ആകർഷിക്കാൻ അവർക്ക് സാധിക്കുന്നു. വിസ നടപടികളിലെ സങ്കീർണതകൾ ഒഴിവാക്കപ്പെടുമ്പോൾ അത് യാത്രാപ്രേമികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. മുൻകൂട്ടി നിശ്ചയിച്ച അതിരുകളില്ലാതെ, സ്പോൺസർമാരുടെ നിബന്ധനകളില്ലാതെ ദുബായിയുടെ ആകാശം തൊടുന്ന കെട്ടിടങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ ഒരു മികച്ച ചുവടുവെപ്പാണ്. നിങ്ങളുടെ അടുത്ത 5 വർഷത്തെ യാത്രാ സ്വപ്നങ്ങൾക്ക് ഈ നിമിഷം മുതൽ തന്നെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ചിറകുകൾ നൽകാവുന്നതാണ്. ഗൾഫ് രാജ്യങ്ങൾ മലയാളിക്ക് വെറുമൊരു തൊഴിലിടമല്ല, മറിച്ച് തലമുറകളുടെ സ്വപ്നങ്ങൾക്ക് അടിത്തറയിട്ട മണ്ണാണ്. എന്നാൽ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ആ സ്വപ്നഭൂമി കനലായി മാറുകയാണ്. US താവളങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടർച്ചയായ 5ാം ദിവസവും പിന്നിടുമ്പോൾ കേവലം ഒരു പ്രാദേശിക സംഘർഷത്തിനപ്പുറം ഇത് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികളുടെ ജീവിതത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത്. കുവൈറ്റിലും ബഹ്റൈനിലും പുകയുന്ന യുദ്ധാന്തരീക്ഷം നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന പ്രവാസികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ വൻ ശക്തികളുടെ ശക്തി പ്രകടനങ്ങൾ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിതത്തെ എങ്ങനെയൊക്കെ തകിടം മറിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ മേഖലയെ കടുത്ത അനിശ്ചിതത്വത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തമുണ്ടായതായും ബഹ്റൈനിലെ US ആയുധശാലകൾക്കും ഇന്ധന സംഭരണികൾക്കും നേരെ ആക്രമണം നടന്നതായുമുള്ള വാർത്തകൾ സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ അന്താരാഷ്ട്ര പ്രതിസന്ധി ഏറ്റവും ആദ്യം ബാധിച്ചത് വ്യോമ ഗതാഗതത്തെയാണ്. കൊച്ചിയിൽ നിന്നുള്ള കുവൈറ്റ് എയർവേസ് വിമാനം റദ്ദാക്കേണ്ടി വന്നതും മറ്റ് സർവീസുകൾ മണിക്കൂറുകളോളം വൈകിയതും ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. യൂറോപ്യൻ, ബ്രിട്ടീഷ് വിമാന കമ്പനികൾ ഗൾഫ് മേഖലയിലേക്കുള്ള സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ മാസാന്ത്യം വരെ നീളുമെന്നാണ് സൂചനകൾ. വാർഷിക അവധിക്ക് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. നിലവിൽ UAE-യിൽ നിന്നുള്ള സർവീസുകൾ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആകാശം അടയാം എന്ന ഭീതി പ്രവാസികളെ നിരന്തരം അസ്വസ്ഥരാക്കുന്നുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയതാണ് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഒരാഴ്ചക്കിടെ 7ഓളം ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണവുമായിട്ടുണ്ട്. ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പ്രധാന പാലങ്ങളും ബോംബിട്ട് തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ഭീഷണി യുദ്ധ സാഹചര്യം എത്രത്തോളം വന്യമാണെന്ന് കാണിച്ചു തരുന്നു. ഇതിനിടയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഖത്തറിലെത്തിയത് അന്തരിച്ച മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്ക് ആദരം അർപ്പിക്കാനാണെന്ന് ഇറാൻ ഔദ്യോഗികമായി അവകാശപ്പെടുമ്പോഴും ഇതിനു പിന്നിൽ ശക്തമായ രാഷ്ട്രീയ നയതന്ത്ര നീക്കങ്ങളുണ്ടെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഈ വലിയ ശക്തികളുടെ പോരാട്ടങ്ങൾക്ക് നടുവിൽ അകപ്പെട്ടു പോകുന്നത് സ്വന്തം ജന്മനാട്ടിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ പ്രവാസികളാണ്. ഒരു കാലത്ത് ഏത് അർദ്ധരാത്രിയിലും ഭയമില്ലാതെ ഇറങ്ങി നടക്കാൻ കഴിഞ്ഞിരുന്ന അതീവ സുരക്ഷിതമായ രാജ്യങ്ങളായിരുന്നു ബഹ്റൈനും കുവൈറ്റും. എന്നാൽ ഇന്ന് പുലർച്ചെ 3 മണിക്കും 7 മണിക്കും ഇടയിൽ മുഴങ്ങുന്ന വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ പ്രവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ സ്വന്തം നാട്ടിലേക്ക് സുരക്ഷിതമായി മടങ്ങാൻ കഴിയുമോ എന്ന ആശങ്കയാണ് അവരെ ഭരിക്കുന്നത്. പ്രായമായ മാതാപിതാക്കളെ കൂടെ താമസിപ്പിക്കുന്ന കുടുംബങ്ങളുടെ അവസ്ഥ അതിലും ദയനീയമാണ്. അടിയന്തരമായി രാജ്യം വിടേണ്ടി വന്നാൽ ഇവരെ എങ്ങനെ സുരക്ഷിതമായി വിമാനത്താവളങ്ങളിൽ എത്തിക്കുമെന്ന ചോദ്യത്തിന് ആർക്കും കൃത്യമായ ഉത്തരമില്ല.
ഇതിനൊപ്പം യുദ്ധം മൂലം വൈദ്യുതി നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ ഗൾഫിലെ കൊടും ചൂടിൽ എങ്ങനെ ജീവിക്കുമെന്നതും ശുദ്ധജലക്ഷാമം ഉണ്ടാകുമെന്നതുമായ ചിന്തകൾ അവരെ നിരന്തരം ഭയപ്പെടുത്തുന്നു. യുദ്ധഭീതി കേവലം മാനസികമായ ഒന്നല്ല, അത് പ്രവാസികളുടെ സാമ്പത്തിക അടിത്തറയെയും ക്രമാതീതമായി ബാധിച്ചു കഴിഞ്ഞു. എണ്ണവില ഉയർന്നതോടെ വിമാന കമ്പനികൾ നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. 4-5 അംഗങ്ങളുള്ള ഇടത്തരം പ്രവാസി കുടുംബങ്ങൾക്ക് ഈ കഴുത്തറപ്പൻ നിരക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. തൽഫലമായി പലരും വർഷങ്ങളായി കാത്തിരുന്ന നാട്ടിലേക്കുള്ള യാത്രകൾ താൽക്കാലികമായി വേണ്ടെന്ന് വെക്കുകയാണ്. ഇതിലും ഭയാനകമായ അവസ്ഥ യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ച തൊഴിൽ നഷ്ടമാണ്. നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും വിസ പുതുക്കാൻ സാധിക്കാതെ വരികയും ചെയ്തിരിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട്. സുരക്ഷിതത്വമോർത്ത് പലരും സ്കൂളുകളിൽ നിന്ന് TC വാങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാകുകയാണ്. പ്രവാസികൾ സ്ഥിരമായി ഒത്തുകൂടിയിരുന്ന മലയാളി ഹോട്ടലുകൾ പോലും ഇന്ന് വിജനമാണ്. ഉപഭോക്താക്കൾ കുറഞ്ഞതോടെ പല ചെറുകിട സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത്. ഗൾഫ് ഭരണകൂടങ്ങൾ തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടെന്നത് പ്രവാസികൾക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. എന്നിരുന്നാലും അന്തരീക്ഷത്തിൽ പുകയുന്ന യുദ്ധഭീതി അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല. ചോരയും നീരുമൊഴുക്കി പടുത്തുയർത്തിയ പ്രവാസി ജീവിതം ഒരു നിമിഷത്തെ യുദ്ധം കൊണ്ട് തകർന്നു പോകരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഓരോ മലയാളിയും കഴിയുന്നത്. ലോകത്തിന്റെ ഏത് കോണിലായാലും പ്രതിസന്ധികളെ അതിജീവിച്ച വലിയ പാരമ്പര്യമുള്ള മലയാളി സമൂഹം പശ്ചിമേഷ്യയിലെ ഈ കനൽ വഴികളും കടന്ന് സുരക്ഷിതമായി തങ്ങളുടെ ജന്മനാട്ടിലേക്ക് തിരികെ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ എത്രയും വേഗം ഈ മേഖലയിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളും സംഘർഷങ്ങളും അതീവ ഗുരുതരമായി തുടരുന്ന പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയുടെ പ്രതിരോധ വ്യോമ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനായി വൻ ആയുധ കരാറിന് അനുമതി നൽകിയിരിക്കുകയാണ് അമേരിക്ക. ഏകദേശം $2 ബില്യൺ, കൃത്യമായി പറഞ്ഞാൽ $1.96 ബില്യൺ മൂല്യം വരുന്ന അത്യാധുനിക ആയുധങ്ങൾ സൗദിക്ക് വിൽക്കാനുള്ള തന്ത്രപരമായ തീരുമാനത്തിന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി അംഗീകാരം നൽകി. ഗൾഫ് മേഖലയിലെ തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളിൽ ഒന്നിനെ കൂടുതൽ സായുധമാക്കുന്നതിലൂടെ മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരതയും സാമ്പത്തിക പുരോഗതിയും നിലനിർത്താൻ സാധിക്കുമെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും തമ്മിൽ ടെലിഫോൺ വഴി നടത്തിയ നിർണായക ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ വലിയ പ്രതിരോധ കരാർ പുറത്തുവരുന്നത്. അത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നിലവിൽ. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതനുമായി സൗദി അറേബ്യ വീണ്ടും കടുത്ത യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന നിർണായക സാഹചര്യത്തിലാണ് ഈ ആയുധ കൈമാറ്റം നടക്കുന്നത്. അടുത്തിടെ തെക്കൻ സൗദി നഗരമായ അബഹയിലെ വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ നടത്തിയ ക്രൂയിസ് മിസൈൽ ആക്രമണങ്ങൾ മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഇറാനിലെ ഉയർന്ന സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഹൂതി പ്രതിനിധി സംഘത്തിന്റെ വിമാനം സന വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് തടയാൻ യമൻ ഔദ്യോഗിക സർക്കാർ നടത്തിയ സൈനിക നീക്കങ്ങൾക്ക് പിന്നിൽ സൗദി അറേബ്യയാണെന്ന് ആരോപിച്ചാണ് ഹൂതികൾ ഈ തിരിച്ചടി നടത്തിയത്. ആധുനിക യുദ്ധമുറകളിൽ കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള അസിമെട്രിക് ആക്രമണങ്ങൾ തടയുക എന്നത് സൗദിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ വ്യോമാതിർത്തികൾ സുരക്ഷിതമാക്കാനും അതുപോലെ തന്നെ ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനും പുതിയ ആയുധ ശേഖരം സൗദിയെ സഹായിക്കും. സൗദി അറേബ്യ അമേരിക്കയിൽ നിന്ന് വാങ്ങാനൊരുങ്ങുന്ന ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 20,000-ഓളം വരുന്ന അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം, അതായത് APKWS-2 ലേസർ ഗൈഡഡ് റോക്കറ്റുകളും അവയുടെ വാർ ഹെഡുകളുമാണ്. സാധാരണയായി ഉപയോഗിക്കുന്ന 70 മില്ലിമീറ്റർ ഹൈഡ്ര റോക്കറ്റുകളെ ലേസർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അത്യാധുനികവും കൃത്യതയാർന്നതുമായ മിസൈലുകളാക്കി മാറ്റുന്ന സംവിധാനമാണിത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ശത്രുക്കളുടെ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളെ മാത്രം തകർക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നത് യുദ്ധരംഗത്ത് വലിയ നേട്ടമാണ്. കുറഞ്ഞ ചെലവിൽ വിനാശകാരികളായ ഡ്രോണുകളെയും മറ്റ് വ്യോമ ഭീഷണികളെയും അനായാസം നേരിടാൻ സാധിക്കുമെന്നതാണ് ഈ ആയുധങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. അമേരിക്കൻ പ്രതിരോധ ഭീമന്മാരായ BAE സിസ്റ്റംസ് ആയിരിക്കും ഈ ആയുധങ്ങളുടെ നിർമ്മാണ കരാറുകാർ. സൗദി അറേബ്യയുടെ F-15 യുദ്ധവിമാനങ്ങളിലും അപ്പാച്ചെ ഹെലികോപ്റ്ററുകളിലും ഈ സംവിധാനം എളുപ്പത്തിൽ ഘടിപ്പിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അമേരിക്കയുടെ ഈ നീക്കം പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. നാറ്റോ സഖ്യത്തിന് പുറത്തുള്ള തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന പങ്കാളിയായ സൗദി അറേബ്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് വഴി അമേരിക്കയുടെ തന്നെ വിദേശ നയ ലക്ഷ്യങ്ങളും ദേശീയ സുരക്ഷയും സംരക്ഷിക്കപ്പെടുകയാണെന്ന് US അധികൃതർ വ്യക്തമാക്കുന്നു. റീജിയണൽ ശക്തിയായ ഇറാന്റെ പശ്ചിമേഷ്യയിലെ സ്വാധീനത്തെയും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ സൗദിയെ സജ്ജമാക്കുക എന്നത് അമേരിക്കയുടെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ്. സൗദി പ്രതിരോധ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ മേഖലയിലെ
മറ്റ് അന്താരാഷ്ട്ര സഖ്യസേനകളുമായും നാറ്റോ സേനകളുമായും ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള അവരുടെ കഴിവും വികസിക്കും. ഇറാനുമായുള്ള നേരിട്ടുള്ള തർക്കങ്ങളും വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഹൂതികളുടെ പുതിയ പ്രകോപനങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ സൗദിയുടെ പക്ഷത്ത് അമേരിക്ക ഉറച്ചു നിൽക്കുന്നു എന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ഈ പുതിയ ആയുധ അനുമതി നൽകുന്നത്. ആധുനിക പശ്ചിമേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് ഇത്തരം വൻകിട ആയുധ ഇടപാടുകൾ നടക്കുന്നത്. സാമ്പത്തിക പുരോഗതിയും ഗൾഫ് മേഖലയുടെ സുരക്ഷിതത്വവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സൗദി അറേബ്യയ്ക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകും. എങ്കിലും ആയുധ ബലത്തിലൂടെയുള്ള പ്രതിരോധത്തിനൊപ്പം തന്നെ നയതന്ത്ര ചർച്ചകളുടെയും പ്രാദേശികമായ സമാധാന ശ്രമങ്ങളിലൂടെയും മാത്രമേ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. തങ്ങളുടെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാൻ സൗദി അറേബ്യ നടത്തുന്ന ഈ പ്രതിരോധ നവീകരണം വരും ദിവസങ്ങളിൽ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വർഷം മുഴുവൻ മണലാരണ്യത്തിലെ കഠിനമായ ചൂടിലും ജോലി സ്ഥലങ്ങളിലെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും കഴിയുന്ന ഒരു ശരാശരി ഗൾഫ് പ്രവാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് വേനലവധി കാലമാണ്. നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ കാണാനും കുട്ടികളോടൊപ്പം കുറച്ചു ദിവസം ചെലവഴിക്കാനുമായി മാസങ്ങൾക്ക് മുൻപേ അവർ പ്ലാനുകൾ തയ്യാറാക്കി തുടങ്ങും. വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും നാട്ടിൽ കൊണ്ടുപോകാനുള്ള സമ്മാനങ്ങൾ വാങ്ങാനുമുള്ള ഒരുക്കങ്ങളാൽ ഗൾഫ് നാടുകളിലെ മാർക്കറ്റുകൾ സജീവമാകുന്ന കാലം കൂടിയാണിത്. എന്നാൽ ഇത്തവണത്തെ വേനൽക്കാലം ഗൾഫ് മലയാളി സമൂഹത്തിന് നൽകുന്നത് തികച്ചും നിരാശാജനകമായ വാർത്തകളാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ പുതിയ സർവേ പ്രകാരം പകുതിയോളം പ്രവാസികൾ ഇത്തവണ വേനലവധിക്ക് നാട്ടിലേക്ക് പോകുന്നില്ലെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആകാശം മുട്ട ഉയരുന്ന വിമാന ടിക്കറ്റ് നിരക്കുകളും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വിസ പ്രതിസന്ധികളുമാണ് ഈ വലിയൊരു വിഭാഗം ജനങ്ങളെ തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ഗൾഫ് മേഖലയിലെ സ്കൂളുകൾക്ക് വേനലവധി പ്രഖ്യാപിക്കുന്നതോടെ വിമാന കമ്പനികൾ നടത്തുന്ന നിരക്ക് വർധനവ് പ്രവാസികൾക്ക് പുതിയൊരു അറിവല്ലെങ്കിലും ഇത്തവണ അതെല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ്. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് തുടങ്ങിയ എല്ലാ പ്രധാന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള, പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ 4 ഇരട്ടിയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒരു സാധാരണ തൊഴിലാളിക്കോ അല്ലെങ്കിൽ ഇടത്തരം ശമ്പളമുള്ള ഒരു പ്രവാസി കുടുംബത്തിനോ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇന്നത്തെ യാത്രാ ചെലവ്. 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് നാട്ടിൽ പോയി വരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ടിക്കറ്റ് ഇനത്തിൽ മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന തുക മുഴുവൻ വിമാന കമ്പനികൾക്ക് നൽകേണ്ടി വരുന്നത് പ്രവാസികളുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പലരും കഠിനമായ വിഷമത്തോടെയാണെങ്കിലും ഇത്തവണത്തെ യാത്ര വേണ്ടെന്ന് വെക്കാൻ നിർബന്ധിതരാകുന്നത്. ടിക്കറ്റ് നിരക്കിലെ വർധനവ് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ അടുത്തിടെ ഉണ്ടായ വിസ നിയമങ്ങളിലെ മാറ്റങ്ങളും കർശനമായ പരിശോധനകളും പലരുടെയും യാത്രാ പദ്ധതികൾക്ക് തടസ്സമായിട്ടുണ്ട്. UAEയിലും സൗദി അറേബ്യയിലും തൊഴിൽ നിയമങ്ങളിലും വിസ പുതുക്കൽ പ്രക്രിയകളിലും വന്ന പുതിയ പരിഷ്കാരങ്ങൾ പല പ്രവാസികളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ആശ്രിത വിസകളുടെ കാര്യത്തിലും റെസിഡൻസി പെർമിറ്റുകളുടെ കാലാവധി നീട്ടുന്നതിലും ഉണ്ടാകുന്ന സാങ്കേതികമായ കാലതാമസം കാരണം വിമാന ടിക്കറ്റ് എടുത്തവർക്ക് പോലും കൃത്യസമയത്ത് യാത്ര തിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കുവൈറ്റിലും ഒമാനിലും പ്രവാസികളുടെ തൊഴിൽ വിസകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കടുത്ത നിയന്ത്രണങ്ങൾ കാരണം നാട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന ഭയവും പലരെയും പിന്തിരിപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ റിസ്ക് എടുക്കാൻ മടിച്ച് പലരും ഈ അവധിക്കാലം ഗൾഫിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രവാസി കുടുംബങ്ങൾ തങ്ങളുടെ അവധിക്കാലം ആനന്ദകരമാക്കാൻ പുതിയ വഴികൾ തേടുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയുള്ള ആഭ്യന്തര വിനോദസഞ്ചാരവും സ്റ്റേക്കേഷനുകളും. നാട്ടിൽ പോയി വലിയൊരു തുക വിമാന കമ്പനികൾക്ക് നൽകുന്നതിനേക്കാൾ നല്ലത് തങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിലെ റിസോർട്ടുകളിലും വിനോദ കേന്ദ്രങ്ങളിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണെന്ന് പലരും കരുതുന്നു. UAEയിലെ വടക്കൻ എമിറേറ്റുകളായ ഫുജൈറയിലേക്കും റാസൽ ഖൈമയിലേക്കും ഒമാനിലെ സലാല പോലെയുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിലേക്കും സൗദി അറേബ്യയിലെ പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും കുടുംബങ്ങൾ യാത്ര തിരിക്കുന്നു. ഗൾഫിലെ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വലിയ ഇൻഡോർ തീം പാർക്കുകളും മാളുകളും കേന്ദ്രീകരിച്ചുള്ള വിനോദ പരിപാടികളും സജീവമാണ്. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ ആഭ്യന്തര ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്നുണ്ടെങ്കിലും സ്വന്തം മണ്ണും വീടും പ്രിയപ്പെട്ടവരെയും കാണാൻ കഴിയാത്തതിന്റെ വിഷമം പ്രവാസികളുടെ മനസ്സിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. വർഷങ്ങളായി തുടരുന്ന ഈ ആകാശക്കൊള്ള അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന ആവശ്യവുമായി പ്രവാസി സംഘടനകൾ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. വിമാന കമ്പനികൾ സീസൺ സമയങ്ങളിൽ നടത്തുന്ന ഈ ചൂഷണം തടയാൻ കൃത്യമായ നിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നാണ് പ്രധാന ആവശ്യം. കൂടുതൽ ചാർട്ടേഡ് വിമാന സർവീസുകൾ അനുവദിക്കുകയോ അല്ലെങ്കിൽ ബജറ്റ് എയർലൈനുകൾക്ക് കൂടുതൽ സർവീസുകൾ നടത്താനുള്ള അനുമതി നൽകുകയോ ചെയ്താൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമാകൂ.
ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും വിസ സംബന്ധമായ പ്രശ്നങ്ങളിൽ പ്രവാസികൾക്ക് ആവശ്യമായ നിയമസഹായവും മാർഗനിർദ്ദേശങ്ങളും നൽകി പിന്തുണയ്ക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ വിയർപ്പിന്റെ വിലയിലാണ് നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം അധികാരികൾ വിസ്മരിക്കരുത്. ഈ വേനലവധിക്കാലം ഗൾഫ് പ്രവാസികൾക്ക് നൽകുന്നത് മാറിയ ജീവിത സാഹചര്യങ്ങളുടെയും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുടെയും നേർചിത്രമാണ്. പ്രവാസികളുടെ യാത്രാ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവരുടെ കഠിനാധ്വാനം ചൂഷണം ചെയ്യാൻ വിമാന കമ്പനികൾക്ക് അനുവാദം നൽകരുത്. ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്നും അടുത്ത അവധിക്കാലത്തെങ്കിലും കുറഞ്ഞ ചെലവിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പറക്കാൻ പ്രവാസികൾക്ക് സാധിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.